ഒരു ദിവസം ഒരു നിമിഷത്തിൽ തോന്നിയ തീരുമാനമാണ് യൂട്യൂബിലെ വീഡിയോസ് ഇട്ട് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത്. എത്രത്തോളം സക്സസ് ആവുന്നൊന്നും അറിയില്ല. കഴിയുന്നത് പോലെ വീഡിയോസ് ഇടാൻ ശ്രമിക്കും. വീഡിയോസ് കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. അത് മതിയില്ലേ? ഹായ്, ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ എങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് ഇടാം എന്നുള്ളതാണ്. ഞാൻ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ വീഡിയോസൊക്കെ ഇടുന്നത്. പക്ഷേ ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ പെട്ടെന്ന് എനിക്ക് തോന്നിയതാണ്. എന്തുകൊണ്ട് എല്ലാവരും യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നുണ്ട്, എന്തുകൊണ്ട് എനിക്കും ചെയ്തുകൂടാന്നുള്ളതൊരു എൻ്റെ മൈൻഡിൽ വന്നതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് തുടങ്ങാൻ കാരണം. എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. എല്ലാവർക്കും മനസ്സിലുള്ളൊരു ആഗ്രഹം തന്നെ ആയിരിക്കും. പക്ഷേ എല്ലാവർക്കും സാഹചര്യം ശരിയാവില്ല. ചിലപ്പോൾ വീട്ടിലുള്ള പ്രശ്നങ്ങൾ, ചിലപ്പോൾ അതിനുള്ള മടി കാര്യങ്ങൾ, നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, ഇങ്ങനെ വെച്ചിട്ട് ഓരോരുത്തർ വീഡിയോസ് ഇടാതെ എല്ലാവരുടെ വീഡിയോസും കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അധിക പേരും. എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെയാണ് എനിക്കും നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, വീഡിയോസ് അപ്ലോഡ് ചെയ്യണം, കുറേ യാത്ര ചെയ്ത് ആ സ്ഥലങ്ങളൊക്കെ യൂട്യൂബിൽ കാണിക്കണം, അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതും. കുറേ യാത്ര ചെയ്യണം, ആ സ്ഥലങ്ങളൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം, അങ്ങനെയൊക്കെ തന്നെയാണ്. ഓരോരുത്തരത് ഇങ്ങനെ കാണുന്ന സമയത്ത് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളത്. പക്ഷെ ആ തീരുമാനം ഓരോരുത്തരും ഇങ്ങനെ പറയും, എന്തുകൊണ്ടാണ് എനിക്ക് തുടങ്ങിക്കൂടാൻ ചില ആൾക്കാർ പറയും. പക്ഷെ അതൊന്നും ഞാൻ അത്ര മൈൻഡ് കൊണ്ടുവരുന്നില്ല. കാരണം നാട്ടുകാരെന്ത് പറയും, അതേപോലെ വീട്ടുകാരെന്ത് പറയും, എന്നെ കൊണ്ട് കഴിയുമോ എന്നുള്ളതായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ എനിക്കധികം സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഒക്കെ കുറവാണ്. കാരണം ഞാനിപ്പോൾ ഒരു 2-3-4 ദിവസമായിട്ടുള്ളൂ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ആർക്കെങ്കിലും വീഡിയോസ് അങ്ങനെ ദിവസം അതേപോലെ യൂട്യൂബ് ചാനൽ തുടങ്ങി വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ എന്തായാലും ആ നിമിഷം തന്നെ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുക. അല്ലാതെ പിന്നേക്ക് വെക്കരുത്. കാരണം എല്ലാവരും ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആൾക്കാരാണ്. ആഗ്രഹമുള്ളവർ അത് ചെയ്യാതിരിക്കരുത് എന്നുള്ളൂ എനിക്ക്. കാരണം ഞാൻ തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേര് എനിക്കുണ്ട്. ആ ഒരു സപ്പോർട്ട് നല്ല എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ തരുന്നൊരു സപ്പോർട്ടാണ്. അപ്പോൾ അല്ലാത്ത ആൾക്കാർ എന്തിനാ ഈ തുടങ്ങണത്, വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ പറയാനോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞു. വീട്ടിലുള്ള കാര്യങ്ങൾ പുറമെയുള്ള ആൾക്കാരെ അറിയിക്കാനോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടൊന്നുമല്ല. ജസ്റ്റ് കുട്ടികളും ഞാനൊക്കെ ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. കുറേ വീഡിയോസ് കണ്ടു. കുറേ സബ്സ്ക്രൈബ് എങ്ങനെ കൂടാം എന്നുള്ള വീഡിയോസ് കുറേ കണ്ടു. അപ്പം അതിലൊക്കെ പറയണത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ ദിവസം വീഡിയോസ് ഇടുക, നമ്മൾ 1-2 വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, ഒരാൾ സബ്സ്ക്രൈബ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരാളെ കിട്ടിയല്ലോ. പിന്നെ അങ്ങനെ 1000 ആൾക്കാരായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 1000 ആൾക്കാർ ആവണത് വരെ നല്ല റിസ്ക് ആണെന്നാണ് എല്ലാവരും പറയണത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ കാണുന്ന ഒരാൾ ചിന്തിച്ചാൽ മതി, ഒരു സബ്സ്ക്രൈബ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരാളായി. അങ്ങനെ 1000 പേര് കാണുകയാണെന്നുണ്ടെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ എല്ലാവരും അങ്ങനെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു പേടിയില്ലാതെ 1000 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിരുന്നു. പക്ഷെ എല്ലാവരും ഒരുപോലെ ചിന്തിക്കില്ല. എന്തിനാ ഇപ്പം ഞാൻ നെറ്റ് കൊടുത്ത് കയറ്റിയത് വീഡിയോസ് കാണുന്നത്, വേറെയുള്ളവർക്ക് വരുമാനം കിട്ടുക, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. പക്ഷേ ഒരു സബ്സ്ക്രൈബ് നമുക്ക് ചെയ്തു വെച്ചിട്ട് നമുക്ക് വേറെയുള്ള വഴിയിൽ നമുക്കും ഇഷ്ടമുള്ള ആൾക്കാർക്ക് യൂട്യൂബ് തുടങ്ങാം, അത്രേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ കാണുന്ന വീഡിയോസിനൊക്കെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യലുണ്ട്. കാരണം എനിക്കധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല. എനിക്ക് 50 വരെ ഉള്ളു ഈ നിമിഷം വരെ എനിക്ക് എത്തിയിട്ട്. അപ്പോൾ എത്രത്തോളം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തന്നെ ചില ടൈമിൽ ഇപ്പോൾ ആകെ 3-4 ദിവസമായിട്ടുള്ളൂ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. അപ്പം തന്നെ എനിക്ക് മതിയായി നിർത്തിയാലോ എന്നുള്ളവരെ ചിന്ത വന്നു. പക്ഷേ വരും, മൈൻഡിൽ അത് വരും. പക്ഷേ ഞാൻ എന്തായാലും കണ്ടിന്യൂ ആയിട്ട് യൂട്യൂബിൽ പറ്റണ പോലെ, നമുക്ക് ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പറ്റുന്ന പോലെ എന്തായാലും. ഇതിനിപ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടിയിട്ടുള്ളൊരിതൊന്നും അല്ലല്ലോ. കുറച്ച് ടൈം നമുക്ക് ഫ്രീ ടൈമിൽ എന്തെങ്കിലും കുറച്ച് വീഡിയോസ്, അതിപ്പോൾ നമ്മൾ കുട്ടികൾ ഒത്തിട്ടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോണ വീഡിയോസ് ആണെന്നുണ്ടെങ്കിലും ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മതി. അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് അറിയൂല. പക്ഷേ പരിശ്രമിക്കുക അത്ര തന്നെ ഉള്ളൂ. പിന്നെയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാന്നുള്ള രീതിയിലാണ്. അഥവാ വീഡിയോസ് ഇടുക എന്നുള്ളൊരു മൈൻഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും വീഡിയോസ് അപ്ലോഡ് ചെയ്യണതും. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന എന്നെയിക്കോട്ടെ, എനിക്കധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലാത്തതാണ്. ഞാൻ കൂടുതൽ വലിയതായിട്ടല്ല ഞാൻ പറയണത്. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് തുടങ്ങിയെന്നുള്ളത് പറഞ്ഞതാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു സബ്സ്ക്രൈബേഴ്സ് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോവാം.